ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാനിവിടെ കുറച്ച് ചെടി വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇപ്പോൾ ചെടികളൊന്നും കാണുന്നില്ലല്ലോ, പൂന്തോട്ടം കാണുന്നില്ലല്ലോ എന്നൊക്കെ. മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെ ഒരു 10-20 ദിവസമായി നല്ല മഴയാണ്. മഴയൊന്ന് മാറിയിട്ട് ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, എന്തായാലും എത്ര മഴയാണെങ്കിലും ഇന്ന് ഞാൻ ചെടി നടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഈ ചെടികളൊക്കെ കുറച്ച് ദിവസങ്ങളായി ഇതിൽ നിന്ന് കൊമ്പ് മുറിച്ച് നടാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ഞാൻ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് വലിയ പാത്രത്തിൽ, വലിയ ചെടിച്ചട്ടിയിലേക്കൊക്കെ എനിക്ക് മാറ്റേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെടി വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് പുതിയതായിട്ട് നമുക്കൊരു പൂന്തോട്ടം ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചെടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവിടെ ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെടിയൊക്കെ നടാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴ വന്നു. എങ്കിലും ഈ മഴ തോർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചെടികളൊക്കെ നടുന്നതായിരിക്കും. ഇത് പുതിയ കുറച്ച് ചെടികളാണ്. ഇതെനിക്ക് എൻ്റെ മോൻ ഗിഫ്റ്റ് തന്ന ചെടിയാണ്. അതുകൊണ്ട് വളരെ സന്തോഷം കൂടിയുണ്ട് എനിക്ക് ഇത് നടുന്നതിൽ. അപ്പം നമ്മൾ പുതിയതായിട്ട് ചെടികൾ നടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ചെടികൾ പിന്നെ നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ പൂന്തോട്ടത്തിലിറങ്ങി എല്ലാ ചെടികളും ഒന്ന് നമ്മുടെ ചെടിച്ചട്ടിയിൽ നോക്കണം. കളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ടോ, വെള്ളം കൂടിയിട്ടുണ്ടോ, മണ്ണ് നല്ലതാണോ, മണ്ണ് മാറ്റി കൊടുക്കണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ ശരിക്കും വേറെ അതിൽ നിന്ന് മുറിച്ച് മാറ്റാൻ തണ്ട് വളർന്നു നിൽക്കുകയാണെങ്കിൽ അത് മുറിച്ച് മാറ്റി കൊടുക്കണം. ചെറിയ തൈകൾ കാണും, അതൊക്കെ നമ്മൾ പിഴുത് വേറെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെടിയുടെ കൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ചെടിയുടെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു പൂന്തോട്ടം ഒരുക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ റോസ് ചെടികളിലൊക്കെ പൂക്കൾ എന്നും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ റോസിൽ നിന്ന് പൂ വന്നതിന് ശേഷം ആ പൂ കൊഴിയാറാകുമ്പോഴേക്കും, കൊഴിഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ പൂക്കളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കെങ്കിൽ വീണ്ടും നമുക്ക് കുറേ മുട്ടുകൾ വീണ്ടും വരും. അപ്പോൾ നല്ലതായി മഴ പെയ്തത് കാരണം പൂക്കളുടെയൊക്കെ ആ സൗന്ദര്യമൊക്കെ ഒന്ന് പോയി. കാരണം മഴ വേണം ആവശ്യത്തിന്, എങ്കിലും അധികമായി കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളുടെ ഭംഗിയൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അപ്പം നമ്മളൊരു ചെടി നടുമ്പോൾ, ചെടിച്ചട്ടി തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് ചകിരി വേണം. അതുപോലെ തന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാൻ നമ്മൾ ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും മണ്ണും ഒരേപോലെ തന്നെ നമ്മൾ എടുക്കണം. അപ്പം നമ്മൾ ഇത് ഒരു ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ട് ഞാനിവിടെ മണ്ണ് നിറയ്ക്കുകയാണ്. ആദ്യം ഞാൻ മണ്ണിട്ടു, അതിൻ്റെ മുകളിലായിട്ടാണ് ചകിരിച്ചോറിട്ട് കൊടുത്തത്. ഇതിപ്പോൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മൂന്നും ഒരേ അളവിൽ, നമ്മൾ വീട്ടിലുള്ള കമ്പോസ്റ്റ് വളം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഞാനിതിപ്പോൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി കൊടുക്കുന്നത്. ഇത് മൂന്നും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ചട്ടിയുടെ അടിയിൽ ഇതുപോലെ കുറേ ഹോളുകൾ ഇടണം. നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ഹോൾ ഉണ്ടായിരിക്കില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അത് ഇട്ട് കൊടുക്കണം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഹോൾ ഇടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പകുതി ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷമാണ്, നമ്മളിതിപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റോസിൻ്റെ ചെടിയാണ്. അപ്പം നമ്മളിത് അതിലേക്ക് ഈ മണ്ണ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുമ്പം പലപ്പോഴും ആ മണ്ണ് അത്ര നല്ലതായിരിക്കില്ല, ഒരുമാതിരി എന്താ പറയുക, വളമൊന്നും ഇല്ലാതെ. അപ്പം നമുക്ക് ആ മണ്ണ് നമ്മൾ എടുക്കണ്ട. ഇതേപോലെ തന്നെ നമ്മളുടെ പോട്ടിംഗ് മിക്സിലേക്ക് നമ്മൾ അതിൻ്റെ ചെടി മാത്രം എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം അതേപോലെ നമുക്ക് മറ്റുള്ള ചെടികളും നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഈ ചെടിയുടെ മണ്ണ് ശ്രദ്ധിച്ചേ. ആ മണ്ണ് ശരിക്കും മഴയും കൂടെ ആയതുകൊണ്ടായിരിക്കും നല്ലതായിട്ട് കുഴഞ്ഞിരിക്കുക ആ മണ്ണ്. അപ്പോൾ ആ മണ്ണ് മാറ്റി തന്നെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേര് നമുക്കൊന്ന് പുറത്തേക്ക് കാണത്തക്ക പോലെ വെച്ചിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മളതിലേക്ക് നിറച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ ചെടിയും നമുക്ക് നിറച്ച് കൊടുക്കാം.
ഇനി നമ്മൾ ചെടിച്ചട്ടിക്ക് ഹോൾ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ചെടിച്ചട്ടി ആണെങ്കിൽ അതിൽ ഹോൾ ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും സാധനം ഇട്ട് ഒന്ന് തീയിൽ പഴുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് തീയിലിങ്ങനെ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല നമ്മുടെ അടുത്ത് സോൾഡറിങ് അയൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒന്നോ രണ്ടോ ചട്ടിയൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് അതുപോലെ. ഇതിപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെടിയുടെ ആവശ്യത്തിനായിട്ട് മാത്രം എടുത്തിരിക്കുകയാണ്. എപ്പോഴും ഇതുപോലെ എനിക്ക് ചെടിച്ചട്ടി ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഹോളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയത് തീർന്നു. ഇനി രണ്ടാമത് ഞാൻ വീണ്ടും ഇത് മണ്ണ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം എല്ലാ ചെടിച്ചട്ടികളും ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചകിരി ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മുടെ പോട്ടിംഗ് മിക്സ് അരഭാഗം ഇട്ട് കൊടുക്കുക. ഈ ചെടി നോക്കൂ, ബാൾസം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് മനോഹരമായ പൂക്കളാണിതിൽ. ഇത് എന്നും ഇതിൽ പൂവുണ്ടാകും. പക്ഷെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഇതിനൊഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഞാൻ കുറച്ച് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തൈ നടുമ്പോൾ ചെറിയ ചട്ടികളിൽ നമ്മളിതുപോലെ ഓരോ കമ്പ് മുറിച്ച് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. അത് പൂവൊക്കെ ആയി ഇതേപോലെ ഇത്രയൊന്നായി വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ ചട്ടിയിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കണം. അപ്പം ഈ ചെടി നടുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ നട്ട മണ്ണൊക്കെ അത് വേരുവൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൂവായിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ആ മണ്ണിൽ എന്ന് പറഞ്ഞാൽ നല്ല വളമുള്ള മണ്ണായതുകൊണ്ട് ആ മണ്ണ് കളയാതെ തന്നെയാണ് ഞാൻ ഈ ചെടിച്ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 8-10 ചെടി ഞാനിങ്ങനെ തൈ മുറിച്ച് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പം ഞാനിത് വലിയ പോട്ടിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഏകദേശം 1 മാസമായിട്ടുണ്ട് ഞാനിത് മുറിച്ച് നട്ടിട്ട്. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്കും എല്ലാം പൂ വരുന്ന പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചെടി നമ്മൾ വളർത്തിയെടുക്കുന്നത്. നല്ല പൂക്കളോട് കൂടിയ ഒരു ചെടിച്ചട്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഞാനന്ന് വാങ്ങുമ്പോൾ എനിക്ക് 250 രൂപയായി ഒരു ചെടി വാങ്ങിയപ്പോൾ. അതിൽ നിന്നിപ്പോൾ ഞാൻ കൊമ്പുകൾ ഒരുപാട് മുറിച്ച്. കൊമ്പ് മുറിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എപ്പോഴും കമ്പ് മുറിച്ച് മറ്റുള്ള ചെറിയ ചട്ടിയിലേക്ക് വെച്ച് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതാ കണ്ടില്ലേ, ആ ചെറിയ ഓരോ തണ്ടുകൾ വീണ്ടും കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മുറിച്ചെടുത്തു നിന്നാണ്. ഇതുപോലെയുള്ളൊരു തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒരു തണ്ടും നമ്മൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക്, ചെറിയൊരു ചെടിച്ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചാൽ മതി. അതിന് ശേഷം ഒന്ന് പൂവൊക്കെ ആയതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് മണ്ണ് നിറച്ചിട്ട് ഇങ്ങനെ ഒന്ന് നട്ട് കഴിഞ്ഞ് ഏകദേശം 1 മാസമാകുമ്പോഴത്തേക്ക് ഇതിന് വേരുമൊക്കെ ഇറങ്ങി നല്ലൊരു ചെടിയായിട്ട് വരും. അപ്പം ഇങ്ങനെ മനോഹരമായ പൂക്കൾ നമ്മുടെ മുറ്റത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ പങ്കുവെച്ചു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉണ്ടാകുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.